ഒരു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അത് ഷൂട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ ക്യാരക്ടറിൻ്റെ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ശാന്തി ചേച്ചീനെ, ഞങ്ങളുടെ റൈറ്റർ ശാന്തി ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ ആളും കുറേ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് നിന്നു. അതുവരെ എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും കോമഡിയൊക്കെ വന്ന് പറയും. ഭയങ്കര ജോലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഭയങ്കര കോമഡി പറഞ്ഞ് പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് ആളൊക്കെ പൊസിഷന് പോയിരിക്കും, പെട്ടെന്ന് 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 മാറും ആള്. ഐ യൂസ് ടു ഗെറ്റ് ഓൾ ദിസ് കമൻസ് ഓർ എന്താ പറയുക, ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് വരാറുണ്ട്. അത് വന്നിട്ടുള്ളതാണ്. ഇപ്പം സിനിമയിലേക്ക് കൂടി ആയാലും പേഴ്സണലി ആയാലും പിന്നെ ഇൻ്റർവ്യൂസിലേക്ക് കൂടി ആയാലും എനിക്കങ്ങനെ വന്നിട്ടുള്ളതാണ്. അഭിനയത്തിനെ പറ്റിയിട്ടായാലും എല്ലാത്തിനെ പറ്റിയിട്ടും എനിക്കത് വന്നുകൊണ്ടിരുന്നതാണ്. മേ ബി ഇനി വരുമായിരിക്കാം. അഭിനയം ശരിയല്ല, കൊള്ളില്ല, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയാം. എൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഹേർട്ടാവുന്നത് ആ പോയിന്റിലാണ്. അഗ്രഷൻ ഈസ് മൈ ലവ് ലാംഗ്വേജ്. അഗ്രഷനാണ് എൻ്റെ ലവ് ലാംഗ്വേജ്. ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നത് ലൈക്ക് എന്താ പറയുക, കടിക്കും ഞാൻ ക്ലോസ്ലി, ലൈക്ക് 2-3 പീപ്പിൾ, മാക്സിമം 3 പീപ്പിൾ ഞാൻ കഴിക്കും, ഞാൻ മാന്തും. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചാൽ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വൻ ഹിറ്റ് തന്ന നേര് എന്ന് പറയുന്ന മൂവി നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്ത് ഒരു ഇമോഷണൽ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ മൂവിയാണ് നേര്. അപ്പോൾ നേരിലെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് ബിഹേവ് ചെയ്ത് ആക്ട് ചെയ്ത് ഗംഭീര പെർഫോമൻസ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ പേരാണ് അനശ്വരയുടെ സൂപ്പർ അമേസിങ് പെർഫോമൻസ്. സോ ഇപ്പോൾ നമ്മൾ അനശ്വരയാണ് കുറച്ച് നാളുകൾ കൂടി. ആൻഡ് വെൽക്കം. ഹായ്. വളരെ ഹാപ്പി ആയിട്ട് അല്ലേ? എന്താണ് എന്ത് തോന്നുന്നു വന്നപ്പോ ഇത് ചോദിക്കാത്തതിന്റെ കാര്യം ഇന്ന് തുടങ്ങിയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ പ്രശ്നത്തിനോടെ കിട്ടുമല്ലോ. പറയ്, എന്താണ് ഫീലിങ്സ്? സന്തോഷം, പ്രൗഡ്, ഹാപ്പി. ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ, ഹാപ്പി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലെ ക്യാരക്ടർ സാറ. അപ്പം നമുക്ക് ആ ഒരു ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ഒരു കാരണം അതിലൊരു എക്സ്ട്രാ എഫോർട്ട് തീർച്ചയായിട്ടും എടുക്കണം. ഇപ്പം നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ ഉപരി ബ്ലൈൻഡ് ആകുമ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി നോക്കുമ്പോൾ യു ഷുഡ് ബി ലൈക്ക് കെയർഫുൾ ആവണം. അതിൻ്റെ ഒരു ടാസ്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണ്, പിന്നെ ഒരു സർവൈവറാണ്. ഇപ്പം അതിൻ്റെയൊക്കെ കുറേ ലേയേഴ്സ് ഇരിപ്പുണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു, കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, കുറേ എക്സ്ട്രാ എഫേർട്ട്, ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് ക്യാരക്ടറിന് വേണ്ടി എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ട് അതിൻ്റെ എൻഡ് നല്ലതായതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ അതിൽ തന്നെ ചില ഷോർട്സിലാണ് ഇപ്പോൾ വെട്ടിത്തിരിയുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടുപഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മേ ബി വേണമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ഞാൻ ചെയ്തേക്കുന്നത് ഇൻ്റർവ്യൂസ് കണ്ടു. ആക്ച്വലി ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ ആക്ച്വൽ ബ്ലൈൻഡ് പേഴ്സൻ്റെ ഇൻ്റർവ്യൂസും അത് അവരെ ഞാൻ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസ് കാണുകയാണ് ഞാൻ ഉണ്ടായത്. ഞാൻ ഇപ്പോൾ സിനിമയിൽ യൂഷ്വലി സിനിമയിൽ ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാരെ കാണുന്നതിനേക്കാളും ഇതിനെ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് അവർ നമ്മളെ നേരിട്ട് ഐ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നേരിട്ട് ഐ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് എക്സാക്ട്ലി മനസ്സിലാവും നമ്മൾ എവിടെ ഇരിക്കുന്നേ, എന്താ പറയുന്നേ. കറക്റ്റ് ഐ കോണ്ടാക്ട് ചെയ്ത് നമുക്കൊരു ആക്ച്വലി ഒരു ബ്ലൈൻഡ് അല്ലാത്ത ഒരാളെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് കണ്ട സമയത്ത്. അത്രയും അവരുടെ ഹിയറിംഗ് പവർ ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ആ ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സെറ്റിലോട്ട് പോകുന്നത്. പിന്നെ ഇതിലെ ഒരു കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഭാഗം കോർട്ട് റൂമിലാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറയാണെങ്കിലും 4 ക്യാമറാസ് ഉണ്ട്. പിന്നെ അതിലെ ട്രയൽസ് എടുക്കുന്ന ടൈമിലാണെങ്കിലും കൂടുതൽ കോർട്ടിനകത്ത് വളരെയധികം റിസംബ്ലൻസ് ഉണ്ട് നോർമൽ മൂവികളെ കാട്ടിലും നോക്കും. കാരണം ഇതിനകത്ത് ശാന്തി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആ ട്രയലിൻ്റെ ആ ഒരു ഫസ്റ്റ് ആ കയ്യടി വീണത് എനിക്കൊന്ന് അനശ്വരയുടെ ട്രയൽ ചെയ്ത ടൈമിൽ ലാലേട്ടൻ്റെയും അനശ്വരയുടെയും 2 പേരുടെയും ഡയലോഗ്, ഫസ്റ്റ് അനശ്വരയുടെ ഡയലോഗ് വന്നു, അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ വന്നു. ഞാനത് വിഷ്ണുവിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഫസ്റ്റ് അനശ്വരയുടെ വന്നപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് BGM കൊടുത്തതും അത് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടന് വന്നപ്പോൾ കൊടുത്ത BGMഉം ആ ഒരു ട്രയലിൽ ഫസ്റ്റ് ആൾക്കാരൊരു റിലാക്സ് കിട്ടിയ ഒരു സീൻ എന്ന് വേണം തീർച്ചയായിട്ടും പറയാം.
അതിന്റെ ആ ഒരു സീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയലിന്റെ അതിപ്പം ലാലേട്ടൻ്റെ ഇത് മാത്രമല്ല, അപ്പുറത്ത് സിദ്ദിഖൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ നേരിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വണ്ടറാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡയലോഗ് ഡെലിവറീസ് ഇല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം എനിക്ക് ഈ സൈഡിൽ നിന്ന് ഞാൻ ആക്ട് ചെയ്യുമ്പോൾ ഞാനിത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര അത് അപ്പോൾ ലാലേട്ടനിരുന്ന് ഇങ്ങനെ ടക്ക് ടക്ക് ഡയലോഗ് സിദ്ദിഖിക്ക് ഇപ്പുറത്ത് പറയുന്നു. അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ, ഒരു ആരാധിക അല്ലെങ്കിൽ ഒരു ഓഡിയൻ എന്ന നിലയിൽ, ഒരു വ്യൂവർ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഒരു വണ്ടർ അടിച്ചൊരു സിറ്റുവേഷനാണ് അവരുടെ രണ്ടുപേരുടെയും ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോഴും ആ സീനിനൊക്കെ ഭയങ്കര ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഭയങ്കര കൈയടിയാണ്. അത് നേരിട്ടിരുന്ന് വിറ്റ്നസ് ചെയ്യുമ്പോഴും കുറേ ലോയേഴ്സ് ടേംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പരിചയമില്ലാത്ത. അപ്പം അതിപ്പോൾ നേരിട്ട് കേൾക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് അവരുടെ ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ നേരിട്ട് അവരുടെ പെർഫോമൻസ് കാണുമ്പോഴൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് സത്യം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു വാവ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടും എനിക്കൊന്ന് ആ ഒരു സാറ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് ടു കം ഔട്ട് കുറച്ച് ടൈം വേണ്ടി വന്നു എന്ന് കേട്ടിരുന്നു. അതെങ്ങനെയായിരുന്നു കം ഔട്ട്? ആക്ച്വലി ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിൽക്കുക, ഹെഡ് സ്പേസിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ യുടെ മെയിൻ സബ്ജക്റ്റായ ഒരു പോയിന്റ് അത് ഷൂട്ട് ചെയ്ത സമയം, അതെനിക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ ഒരു പോയിന്റ്, അതെന്താണ് ആക്ച്വലി നടന്നത് എന്നുള്ളത് ഷൂട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അത് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ ക്യാരക്ടറിൻ്റെ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ശാന്തി ചേച്ചീനെ, ഞങ്ങളുടെ റൈറ്റർ ശാന്തി ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ ആളും കുറേ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് നിന്നു. അപ്പം ഇറ്റ് വാസ് ഹാർഡ് ടു ബി ഇൻ ദ മെൻ്റൽ സ്പേസ് ഓഫ് സാറ എന്ന് പറയുന്നത്, ഒരു ഹെഡ് സ്പേസ് ഓഫ് സാറ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഷൂട്ട് കഴിഞ്ഞ സമയത്തും എന്താ പറയുക, ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇത്രയും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സർവൈവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ സെറ്റിൽ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ക്യാരക്ടർ പിടിച്ചു തരുന്നൊന്നുമല്ല, ബട്ട് മേ ബി എനിക്ക് ആ സാറെ ഉൾക്കൊണ്ടാണോ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അധികം യൂഷ്വലി ഞാൻ എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുക അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് അത് ഞാൻ അങ്ങനെ ക്യാരക്ടർ പിടിച്ചിരുന്നതുമല്ല, അതാണ് അങ്ങനെ ഞാൻ സംസാരിക്കാതെ അങ്ങനെ നിന്നിട്ടാണ് ഞാൻ സെറ്റിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നതും. അപ്പോൾ ഇപ്പം ജിത്തു സാറായിരുന്നാലും സാറും എനിക്ക് കറക്റ്റ് പറഞ്ഞിരും, മീറ്റർ എനിക്ക് പറഞ്ഞിരും, സെറ്റിൽ എല്ലാവരുടെ എനിക്ക് ആ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സിനിമ കഴിഞ്ഞപ്പോഴും സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തണ്ണീർമത്തൻ എന്ന് പറയുന്ന മൂവി ചെയ്ത ആ ഒരു അനശ്വര, ഇപ്പം അത് കഴിഞ്ഞ് തന്നെ ഒരുപാട് മൂവികൾ നമ്മൾ ഇൻ്റർവ്യൂസ് ഇരുന്നിട്ടുണ്ട്, സിനിമയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരിൽ നിൽക്കുന്നു, ഇപ്പോഴും ഷൂട്ടിംഗ് അടുത്ത പടത്തിൻ്റെയൊക്കെ ഉണ്ട്, ഈവൻ അതർ ലാംഗ്വേജസ് ആണെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന ടൈമിലുള്ള ഒരു അനശ്വര ഉണ്ടല്ലോ, എനിക്കറിയാം ചൈൽഡ്ഹുഡൊക്കെ ആണെങ്കിലും ഒരു നാട്ടുംപുറം ആ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ആ ഒരു ചേഞ്ച്, എല്ലാവരും ഗ്രോത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് കരിയർ വൈസിലുള്ള ആ ഗ്രോത്ത് നിൽക്കുമ്പോൾ ആ രണ്ട് പേർക്കുള്ള ആ ഫസ്റ്റ് അനശ്വരയിൽ നിന്ന് വന്നൊരു മാറ്റം എന്തായിരിക്കും, ഒരു ബിഗ് ഡിഫറൻസുകൾ എല്ലാവരും പഠിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ തണ്ണീർമത്തനിലുള്ള അനശ്വരയ്ക്കും ഇപ്പം നേര് കഴിഞ്ഞ സാറാക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് എന്ന് വെച്ചാൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ തന്നെ പറയാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങൾ സിനിമ കാരണം അല്ലെങ്കിൽ ഇവിടെ എത്തിയ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തിട്ടുണ്ട്. മോർ ദാൻ പഠിച്ചതിനേക്കാളും അൺലേൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ഇതാണെന്ന് വിശ്വസിക്കാനും അൺലേൺ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം സിനിമ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രം ബിഗിനിങ് ടു ഇതുവരെ, അതിപ്പോൾ പ്രൊഫഷണലി ആയാലും പേഴ്സണലി ആയാലും ആസ് എ പേഴ്സൺ ആയാലും കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ വെച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും. കാരണം നമ്മളിപ്പോൾ വന്ന ഓരോ എക്സ്പീരിയൻസുകളാണോ നമ്മളെ ഈ ഒരു പേഴ്സൺ എന്നുള്ള ഇതിൽ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റീസൺ എന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ എനിക്ക് സിനിമയിൽ എത്തിയതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ എടുക്കേണ്ട ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട രീതികളാവാം. സത്യം ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തു, ഒരുപാട് പലതരത്തിലിരുന്ന് പലതരത്തിൽ ചിന്തകളുള്ള പലതരത്തിൽ ഐഡിയാസ് ഉള്ള ആൾക്കാരെ മീറ്റ് ചെയ്തു. അതെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷൻ, അതിൽ നിന്ന് അവരുടെ എന്താ പറയുക ഐഡിയാസും അവരുടെ തിങ്കിങ് പ്രോസസ്സും കൊണ്ടുണ്ട ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ എന്നറിയുമ്പോൾ ഉള്ള ചേഞ്ചസ്.
പിന്നെ നേരിൽ സിദ്ദിഖിക്കയുടെ പെർഫോമൻസ് പറയുമ്പോഴും ഇറ്റ്സ് ലൈക്ക് വാവ്. അത് ആ ഇൻ്റർവ്യൂവിൽ വന്നാലും നമ്മളത് പറയുന്നൊരു കാര്യമാണ്. അപ്പം അത് നേരിട്ട് കണ്ട് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടായിരുന്നു. ഈവൻ ആ ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ടൈമിലാണെങ്കിലും നമുക്ക് തന്നെ ഒന്ന് ഫീൽ ലൈക്ക് സാധനം ഉണ്ടല്ലോ, അത് തോന്നല്ലോ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സിദ്ദിഖിക്കയായിട്ടുള്ളൊരു കോമ്പിനേഷൻസും? ഭയങ്കര രസമാണ് സിദ്ദിഖിക്കയുടെ കൂടെ ഒരു വർക്ക് ചെയ്യാന്നുള്ള തന്നെ നല്ലൊരു മനുഷ്യനാണ്. അപ്പം ആ ഒരു ഇപ്പം സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ഇതായിട്ടിരുന്ന് ഷൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്തൊരു സീനാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര അത് മോണിറ്ററിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന സമയത്ത് ഭയങ്കര വാവ് ഇരുന്ന് ഒരു വാവ് ഫാക്ടറാണ് ആളുടെ ആ ഡയലോഗ് പറയുന്ന രീതി, ആളുടെ മോഡുലേഷൻ ആയാലും ഒരു വില്ലനിസം കറക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അത് എല്ലാവരും ഒരു പ്രൂവൺ ആക്ടേഴ്സ്, ഇപ്പം സിദ്ദിഖിക്ക മാത്രമല്ല എല്ലാവരും ഒരു പ്രൂവൺ ആക്ടേഴ്സാണ്. ഒരു തരത്തിലും എല്ലാ ഇമോഷൻസും ചെയ്ത് ഫലിപ്പിച്ചേക്കുന്ന ഒന്നും പ്രൂവ് ചെയ്യാനുള്ള ആക്ടേഴ്സാണ്. ഇപ്പോൾ വില്ലനിസ് ആയാലും കോമഡി ആയാലും ഹീറോയിസ് ആയാലും എല്ലാം. ലാൽ സാറാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും അതെ സിദ്ദിഖിക്കാണെങ്കിലും ഇപ്പം സിദ്ദിഖിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വിളിച്ച സമയത്തും പറഞ്ഞിരിക്കുന്നത് എനിക്ക് തിയേറ്ററിൽ പോകാൻ എനിക്ക് പേടിയാണ്, ഇനി ആരെങ്കിലും എടുത്ത് തല്ലിയാലോ എന്നുള്ളതാണ്. കാരണം അത്രയും ആ ക്യാരക്ടറിനോട് അത്രയും ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഇത് തോന്നുന്നുണ്ട്. അനുശ്വരയുടെ എനിക്കൊന്ന് ലാലേട്ടൻ ഫാൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതലായിട്ട് നമുക്കത് വിസിബിൾ ആയത് ഈ അടുത്ത സിനിമ കാണാൻ സ്പടികം അതിൻ്റെ ഇതിൽ അത് ഉണ്ടാക്കി സ്റ്റൈൽ ഞാനോർത്ത് ഇത് ആദ്യം എൻ്റെ ഒരു ചെറിയ കട്ട് കണ്ടപ്പോൾ ഇതേതൊരു ഉണ്ടാക്കി ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് അത് കഴിയുമ്പോൾ ഓക്കെ അനുസരിച്ച് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിനകത്ത് മാറി. നടപ്പിലും ഇതിന്റെ ആറ്റിറ്റ്യൂഡും മാറിയിട്ടുണ്ട്. കാണാൻ വന്നാ അങ്ങനെ ഒരു തോട്ട് വരാനുള്ള റീസൺ എന്തായാലും വെറുതെ സ്പടികം റിലീസ് ആണെന്ന് ചെയ്ത് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമ്മൾ വെറുതെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കും, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നാളെ മുണ്ടെടുത്ത് പോയാലോ, വെറുതെ കോമഡിക്ക് നമ്മൾ മുണ്ടെടുത്ത് പോകുന്നത് ഒരു കോമഡിക്ക് പറഞ്ഞാ. അപ്പോൾ എല്ലാവരും ഞാൻ നമുക്കത് മുണ്ടെടുത്ത് പോയാലോ എന്ന് പറഞ്ഞു. എന്നാൽ മുണ്ടെടുത്ത് പോവാം, എന്നാൽ ഞാനും മുണ്ടെടുക്കും. ഓക്കെ അത് ഞാനും മുണ്ടെടുക്കാം. അങ്ങനെ ഇരുന്ന് അതായത് മുണ്ടെടുത്ത് പോവാം എന്ന് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി പ്ലാൻ ചെയ്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ കയറി മുണ്ടെടുത്ത് അങ്ങനെ പോയതാണ്. തിയേറ്ററൊക്കെ പോയി കൈയടിച്ച് തുള്ളി അർമാദിച്ച് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഞാൻ അറിഞ്ഞില്ല, പുറത്തെ ക്യാമറ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അത് ഭയങ്കര അഫ്കോഴ്സ് പടിയം കാണാൻ പോകുമ്പോൾ അങ്ങനെ പോകണല്ലോ. അത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ അതേ ലുക്കില് മീശയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ചോത്ത ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെയാണ് പലരും വന്നേക്കുന്നതിനകത്ത്. ഞങ്ങൾക്ക് ചെറുതൊക്കെ ചെയ്തു. പലരും പറയുന്ന കാര്യമാണ് ഷൂട്ടിൻ്റെ ടൈമിലല്ലേ അല്ല ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ വളരെ ഹാപ്പി ആയിട്ട് ജോയിലായിട്ട് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷൻ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ സെറ്റിൽ, കാരണം ഇതില് ഫസ്റ്റ് ആയിരുന്നല്ലോ ഈ സെറ്റിൽ അങ്ങനെ സത്യം ആള് അതുവരെ എന്തെങ്കിലും കോമഡി ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും കോമഡിക്ക് വന്ന് പറയും. ഭയങ്കര ജോലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഭയങ്കര കോമഡി പറഞ്ഞ് പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് ആളൊക്കെ പൊസിഷന് പോയിരിക്കും, പെട്ടെന്ന് മാറും ആള്. അങ്ങനെയുള്ളൊരു ഒരു നടൻ എന്ന് വെച്ചാൽ ചിരി അത് അത്രയും ക്രൂഷ്യൽ. വലിയ ഡയലോഗൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ജസ്റ്റ് ആക്ടിങ്, വലിയ ഡയലോഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയലോഗിനെ ആലോചിച്ച് ഇത് പോയില്ലേ, അങ്ങനെയല്ല എല്ലായിടത്തും ചിരിച്ച് അതുവരെ ഇരുന്ന് പെട്ടെന്ന് ടക്കെന്ന് മാറുന്ന ഒരാള്. അങ്ങനെയാണ് ക്യാരക്ടർ. അതെ പെട്ടെന്ന് അറിയില്ല, അങ്ങനെയാണ് ആള്. ഇപ്പം നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ട്രോളോ വാർത്തയോ ഒക്കെ വരുമ്പോൾ അതിനപ്പം തന്നെ മറുപടി കൊടുക്കാതെ നമ്മൾ ചെയ്ത് കാണിക്കുന്നു നമ്മുടെ ഉള്ള പരിപാടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഫോർ യു ആപ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ തണ്ണീർമത്തനിലെ ആക്ട്രസ് അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുന്നോ അങ്ങനെയൊക്കെയുള്ള പല 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 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ be silent, time is there, yes I'm gonna do. അപ്പോൾ അതിനൊക്കെ മൈൻഡിൽ ആ ടൈമിൽ എങ്ങനെയായിരുന്നു, വലിയ റിയാക്ട് ചെയ്യണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരും. പക്ഷെ ആ സമയം സിനിമ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും അതർ ലാംഗ്വേജ് മൂവി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ യൂഷ്വലി ഐ യൂസ് ടു ഗെറ്റ് ഓൾ ദിസ് കമൻസ് ഓർ എന്താ പറയുക ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് വരാറുണ്ട്. അത് വന്നിട്ടുള്ളതാണ്. ഇപ്പം സിനിമയിലേക്കൂടെ ആയാലും പേഴ്സണലി ആയാലും പിന്നെ ഇൻ്റർവ്യൂസിലേക്കൂടെ ആയാലും എനിക്കങ്ങനെ വന്നിട്ടുള്ളതാണ്. അഭിനയത്തിനെ പറ്റിയിട്ടായാലും എല്ലാത്തിനെ പറ്റിയിട്ടും എനിക്കത് വന്നുകൊണ്ടിരുന്നതാണ്. മേ ബി ഇനി വരുമായിരിക്കാം. ബട്ട് റൈറ്റ് അറ്റ് ദ മൊമെൻറ്റ് ഐ എം ഗ്ലാഡ് ദാറ്റ് അത്രയും
എഫേർട്ട് എടുത്ത് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും ഇത് ചെയ്ത ഒരു വർക്ക്, ഒരു അഭിനയം എല്ലാവരും ഇഷ്ടപ്പെട്ടു, അക്സെപ്റ്റ് ചെയ്തു, അതിന് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഹാപ്പി. ഇപ്പം അതല്ലാതെ തന്നെ ഇപ്പം വേറെയും കമൻസ് ആയിട്ടും ഒക്കെ വരും. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കും ഈ കമൻസ് വായിക്കാനും. ഫോർ എക്സാമ്പിൾ അത് വായിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് പരിപാടിയാണോ? ഇഗ്നോർ ഇറ്റ് എത്ര ഇഗ്നോർ ചെയ്താലും എനിക്ക് തോന്നുന്നത് എഫക്റ്റ് ചെയ്യും. ഇഗ്നോർ ഒക്കെ യെസ് വി ക്യാൻ സേ ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ എന്ന് പറയാം. ബട്ട് ഇറ്റ് വിൽ എഫക്റ്റ് യു സം പോയിന്റ് ഓർ അതർ. അത് നമ്മൾ എഫക്റ്റ് ചെയ്യും നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത്. എസ്പെഷ്യലി എനിക്ക് എന്നെ പേഴ്സണലി എന്നെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് എൻ്റെ അഭിനയത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഹേർട്ടാവും. മോർ ദാൻ യെസ് പേഴ്സണൽ കമൻസ് യെസ്, അതായത് ഇപ്പം എന്തിനെ പറ്റിയിട്ടായാലും, അത് ആറ്റിറ്റ്യൂഡ് ആയാലും ഡ്രസ്സിങ് ആയാലും എന്തായാലും അതിനെപ്പറ്റി പറയുന്നതിനേക്കാളും അഭിനയം ശരിയല്ല, കൊള്ളില്ല, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയാം. എൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഹേർട്ടാവുന്നത് ആ പോയിന്റിലാണ്. അപ്പം അത് കേൾക്കുന്ന സമയത്ത് യെസ് ഐ വാസ് ഡൗൺ. ഒരു പോയിന്റിൽ അത് കേട്ടുമായിരുന്നു ഞാൻ. യെസ് ഐ വാസ് ഡൗൺ. അതെന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിറ്റിസിസം അല്ലെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ഡൗൺ ആയിരുന്നു. ബട്ട് പടവും ചെയ്യുന്നുണ്ടായിരുന്നു, സൈഡിൽ പടവും ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് കീപ്പ് ഓൺ ഡൂയിങ് മൂവീസ്, പടവും ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇതും കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്നെ എഫക്റ്റ് ചെയ്യുമായിരുന്നു. ശരി. ഒരിതിൽ നല്ല ദേഷ്യം വരുമ്പോൾ എസ്പെഷ്യലി കംഫർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനെ ഉപദ്രവിക്കാറുണ്ട്. യെസ് ഓഫ് കോഴ്സ്. അത് ദേഷ്യം വരുന്നില്ല, ഞാൻ ഉപദ്രവിക്കാറുണ്ടാവും. അഗ്രഷൻ ഈസ് മൈ ലവ് ലാംഗ്വേജ്. അഗ്രഷനാണ് എൻ്റെ ലവ് ലാംഗ്വേജ്. ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നത് ലൈക്ക് എന്താ പറയുക, കടിക്കും ഞാൻ ക്ലോസ്ലി, ലൈക്ക് 2-3 പീപ്പിൾ, മാക്സിമം 3 പീപ്പിൾ ഞാൻ കഴിക്കും, ഞാൻ മാന്തും. ഇതാണ് എൻ്റെ ലവ് ലാംഗ്വേജ്. നിങ്ങൾ ഏതോ ഒരു പ്രൊമോഷൻ്റെ തലേദിവസം എങ്ങാണ്ട് ഷൂട്ടിന് മമിതയും ഒരുമിച്ചൊരു ഇതിലായി, മമിതയുടെ അമ്മ എങ്ങാണ്ട് പറഞ്ഞു മക്കളെ ഇവരൊരുമിച്ച് റൂമിൽ ഒരു രക്ഷയില്ലോടെ ഒക്കെ എടുത്ത് അടിക്കുന്നു. നമ്മള് ഭയങ്കര ഒച്ചപ്പാടാണ്, നമ്മൾ ഒരുമിച്ച് റൂമിലിരുന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് എല്ലാവരും കൂടെ ആയിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അഗ്രഷൻ ഈസ് മൈ ലവ് ലാംഗ്വേജ്. ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അതറിയാം. സത്യം സത്യം. ഒരു ആന്റി ഹീറോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടോ? ഉണ്ട് ഓഫ് കോഴ്സ്. ഉണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടില്ല. ഇല്ല എനിക്ക് ആന്റി ഹീറോയിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു മൂവി പറയുവാണെങ്കിൽ മേ ബി അതർ ലാംഗ്വേജസ് ആവാം, അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതായിരിക്കാം? അങ്ങനെ ഞാൻ ആക്ച്വലി ജോണറാ ഉദ്ദേശിച്ചത്. മൂവീസ് കാണാറ് ഭയങ്കര കുറവാണ്. വാട്ട് കൈൻഡ് ഓഫ് ആന്റി ഹീറോയിൻ എങ്ങനെയായിരിക്കാം? ഏതാണ് ഇഷ്ടം? എങ്ങനെ ഒരു ലൈക്ക് ആക്ഷൻ മൂവീസ്, ഐ പ്രിഫർ ആക്ഷൻ മൂവീസ്. ഇപ്പൊ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഗ്യാങ്ങിന്റെ മേ ബി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് തിങ് കംസ് ഇൻ യുവർ മൈൻഡ് ലാലേട്ടനെ പറ്റി സംസാരിക്കുമ്പോൾ? കംപ്ലീറ്റ് ആക്ടർ, ദ ആക്ടർ, ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, ആക്ടേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയില്ലേ. യെസ്. ഈ മൂവിയിലാണെങ്കിൽ ഒരു ഒരു ഇൻസിഡന്റ് ഓർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ചിലപ്പോൾ ഒരു ടേക്കിൻ്റെ ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ ആവാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്പീഡിലാണ് ഞാൻ സംസാരിച്ചു. ഈ ഡയലോഗ് ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പം ലാൽ സാറ് പറയും മോളെ മെല്ലെ സംസാരിക്കുക, ഡബ്ബിങ്ങിന് പണി കിട്ടും. പക്ഷെ എനിക്ക് പറ്റുള്ള മെല്ലെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുള്ളൂ. ഡബ്ബിങ്ങിന് പണി കിട്ടും, മെല്ലെ സംസാരിക്കുക. ഞാൻ പറയാം ഓക്കെ. ഒരു സാറേ ഫ്രീക്വൻ്റ്ലിക്ക് പറയാറുള്ളൂ. സോ യാ, ലിപ്പ് പിടിക്കാൻ പിന്നെ പണിയും, മെല്ലെ സംസാരിക്കുക, പതുക്കെ എന്ന് പറയും. ജീത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു വൺ തിങ് യു ലേൺഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം? ഇപ്പോൾ ഓരോ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ കാര്യം നമ്മൾ ലേൺ ചെയ്യുമല്ലോ, അവിടെ അൺലേണിങ് വരുന്നില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ടീച്ചർ. നല്ലൊരു ടീച്ചറാണ്. നമുക്ക് ഇരുന്ന് ഇമോഷൻസ്, ഒരു ഡയറക്ടർ വെച്ചാൽ നമുക്ക് ഇതാണ് ഇമോഷൻസ് പറഞ്ഞതിനേക്കാളും ചില പോയിന്റിൽ നമുക്ക് വന്നിരുന്ന് അനുഷ്ഠ അതങ്ങനെ ചെയ്ത രസമായിരിക്കും കേട്ടോ, ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് ചെയ്ത രസമായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഫേസിങ്, അതൊക്കെ നമുക്ക് ഇരുന്ന് നമുക്ക് പറഞ്ഞു തരാം. നല്ലൊരു ടീച്ചറാണ്. നമുക്കൊരു എസ്പെഷ്യലി ആ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ തന്നെ എക്സ്ട്രാ ഒരു ഇത് കെയറിങ് വേണ്ട ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ജിത്തു സാർ എനിക്കത് പറഞ്ഞിരുന്നു പറഞ്ഞാൽ എനിക്ക് ഒരു ലാൽ സാറിൻ്റെ കൂടുതലൊരു സീനില്ല ഈ ഡയലോഗ് ഇങ്ങനെ, അങ്ങനത്തെ എനിക്ക് ആ ഒരു ഡയലോഗ് എനിക്ക് ആ ഒരു സീനിൽ മാത്രം എനിക്ക് എക്സ്ട്രാ ഒരു ഇതെടുത്ത് സാർ എനിക്ക്
അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. സോ ജിത്തു സാറിനോട് വർക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ടീച്ചറാണ് ജിത്തു സാർ എന്ന് പറഞ്ഞാൽ. ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് വിത്ത് സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ. ആക്ട്രസ് അല്ല, അല്ലെങ്കിൽ സിനിമയിൽ അങ്ങനെ പറയാം, സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ദാറ്റ് യു എൻജോയ് സംതിങ്, അതിന് മുമ്പ് എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യം, പക്ഷെ അതിപ്പം അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നിയ ഇഫ് എനിത്തിങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം? അത് ഗുഡ് തന്നെ ആയിരിക്കാം. അങ്ങനെ സിനിമയിലുള്ളപ്പോ വരുന്നതിന് മുന്നേ ഇല്ലാത്തത് മേ ബി വകതിരിവ് ഇപ്പൊ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമ ആ മുന്നേ ഇല്ലാത്തത് ഇപ്പുണ്ട്. സെൽഫ് അനാലിസിസ് ആണോ? സത്യം, കുറച്ച് വകതിരിവ് അപ്പൊ കുറച്ച് കുറവായിരുന്നു, ഇപ്പൊ കുറച്ചുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ ആയിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അറിവും കൂടുതലാണ്, ആൾക്കാർ ഡീൽ ചെയ്യുന്ന രീതിയും മൊത്തത്തിൽ ഒരു പക്വത, മെച്യൂരിറ്റി സത്യം ഉണ്ടായിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടേ ഉള്ളൂ, അല്ലാതെ പോയിട്ടില്ല. നീ പറയണെങ്കിൽ പ്രൈവസി എന്നൊക്കെ പറയണം, ബട്ട് അതെനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇതിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ടേ തോന്നിയിട്ടുള്ളൂ. അതെ, അതങ്ങനെ പ്രൈവസി പോയി, ഫ്രീഡം പോയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഫ്രീഡം കുറച്ചും കൂടി കിട്ടിയിട്ടേ ഉള്ളൂ. പ്രൈവസി ഇപ്പൊ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ സ്നേഹം ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ തോന്നില്ല. ഐ എം എൻജോയിങ് എവറിത്തിങ്, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞാൽ കുറച്ച് വകതിരി വീട്ടിൽ സീരിയസ്ലി അവർക്ക് ആ ചേഞ്ച് തന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാവും. Okay, one of the best fan moment. ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഈ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫാൻ മൊമെന്റ് നേരിന്റെ ആണോ? അല്ല, സാറ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മൈൻഡിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ നേരിറങ്ങിയ പിന്നെ അല്ല, അതിന് മുമ്പായിരിക്കാം, പക്ഷെ സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇന്റർവ്യൂവിന്? ഞാൻ നാട്ടില് ഞങ്ങൾ ഇതേപോലെയുള്ള സമയത്ത് സുജാത കണ്ടിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നോ ദൂരത്തുനിന്ന് ബസ്സും പിടിച്ച് വന്ന്, ആൾക്ക് വഴി അറിയില്ല, ബട്ട് വന്നിട്ട് അടുത്തുള്ള ആൾക്കാരുടെ വീട് ചോദിച്ചിട്ട് അവർ വേറൊരു വീട്ടിലേക്കായിരുന്നു, ഞങ്ങളെ വീട്ടിലേക്കില്ല വഴി അറിയാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഞങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ചേശ്വര മോള് പടം ഇഷ്ടപ്പെട്ടിട്ട് ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ടൈമിൽ വോട്ട് യു ഫീൽ? കാരണം അതൊരു ഭയങ്കര സംഭവം. ഞാൻ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴായിരുന്നു. അപ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത്, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ അങ്ങോട്ടേക്കാ പോണേ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോഴേക്കും ഇങ്ങനെ അനുഷ്ഠ സിനിമ കണ്ടിട്ടുണ്ട്, മഞ്ചേശ്വര മോളായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ചു ആ ഒരാള്. അപ്പം എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു, ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അതായത് അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ സിനിമ കാണാൻ എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വണ്ടറായിരുന്നു. എനിക്ക് പറയാം അത്ഭുതമായിരുന്നു. ഹായ് എന്ന് തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു എനിക്കത്. പക്ക റിയൽ ഫാൻ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലായിരിക്കാം, മേ ബി ഒരു ഷോപ്പിംഗ് സമയത്തായിരിക്കാം, അങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വൗ ഫീൽ തോന്നിയൊരു മൊമെന്റ് എപ്പോഴെങ്കിലും ഉണ്ട്? ഇഷ്ടംപോലെ ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ലുലുന്ന് വരുന്ന സമയത്താണെങ്കിലും നേര് കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര മലയാളിയല്ല, ബട്ട് അവർ വന്നിട്ട് കുറേ സംസാരിച്ചു. കുറച്ച് ഹോളിവുഡ് മൂവീസ് എനിക്കിപ്പോൾ നേരിപ്പോൾ കണ്ട് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര കരഞ്ഞിരുന്നു എൻ്റെ മുമ്പിൽ. ഇത് ഇപ്പോൾ വരുന്ന സമയത്ത് ഇന്ന് പറയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് സെൽഫി എടുത്തവർ പോയി. അപ്പം നേരെ കണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഒരു അമ്മ എന്നോട് വന്നിട്ട് മക്കളൊക്കെ പറഞ്ഞിട്ടോ നല്ല സിനിമയാണ്, ഞാൻ പോയി കാണാം എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മയൊക്കെ എന്നോടൊന്ന് സംസാരിച്ചു. ആസ് എ പ്രേക്ഷക ഈ സിനിമ ഇതൊരു വലിയ പാർട്ടാണ് എങ്കിൽ കൂടിയും, ആസ് എ പ്രേക്ഷക ഈ സിനിമ അല്ല ആദ്യത്തെ 15 മിനിറ്റ് പോയെന്ന് എനിക്കറിയാം, എങ്കിലും അതല്ലാതെ ഇരുന്ന് കണ്ടിറങ്ങിയപ്പോൾ കണ്ണ് നനഞ്ഞ് ഇറങ്ങിയ ഒരു സിറ്റുവേഷനിൽ വാട്ട് യു ഫീൽ യുവർ സെൽഫ് ആസ് എ പ്രൊജക്ട്? എനിക്കിത് പ്രേക്ഷക എന്നതിനെ എനിക്ക് എൻജോയ് ചെയ്യാൻ, പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിത് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്ത ഒരാളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മൂവിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ പടം കണ്ടത്. എനിക്കതങ്ങനെ പ്രേക്ഷക എന്ന രീതിയിൽ ഒന്നുകൂടി
എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് അതൊന്നും കൂടി കാണേണ്ടിയിരിക്കുന്നത്. Second ഒരു time. സെക്കൻഡ് വാച്ചിലാണ് Second ഞങ്ങൾ watch ല് എല്ലാ മിക്ക മൂവീസിലും ഒരു സെക്കൻഡ് വാച്ചിലൊക്കെയാണ് നമുക്ക് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് വാച്ചിൽ എനിക്കതൊരു ഒരു എന്താ പറയുക ഒരു ഓഡിയൻ്റ് എന്ന രീതിയിൽ എനിക്ക് പോയി കണ്ട് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഇമോഷണലി ഹുക്ക് ചെയ്തു എന്ന് എനിക്ക് പറയാം. ആ ഒരു മൂവി എന്നെ ഇമോഷണലി ഹുക്ക് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് നേര്. അതാണ് നേര്. നേരിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എല്ലാവരും എന്ത് പറഞ്ഞു? യുവർ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടീമൊക്കെ എന്ത് പറഞ്ഞു? ഓ ദേ സോ ഹാപ്പി, സോ പ്രൗഡ്. അപ്പോൾ എല്ലായിടത്തു നിന്നും വരുന്ന റിവ്യൂസ് ഒക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചിരുന്നുണ്ട്. സിനിമ കണ്ടവരും കാണാത്തവർ കാണും എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ മെസ്സേജ് വന്നു അങ്ങനെ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പടത്തിൻ്റെ ഒരു നല്ല റിവ്യൂ, നല്ല റിവ്യൂസിൽ.